നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പം ഇനി നമ്മൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കണം 4-ാം തീയതി വരെ അല്ലേ, മെയ് 4 വരെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കണം. അപ്പം ഇനി ഇൻ കേസ് UDF ആണ് അധികാരത്തിലേക്ക് വരുന്നതെന്ന് വിചാരിച്ചോ. UDF അധികാരത്തിലോട്ട് വന്നാൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഈ വരാൻ പോകുന്ന ഇനി 5 വർഷം കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UDF അധികാരത്തിലേക്ക് വരുമോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. വന്നാൽ എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ്. അപ്പൊ വന്നാൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കാണെന്നുണ്ടെങ്കിൽ ആദ്യം തുടങ്ങാൻ പോകുന്ന പ്രശ്നം എവിടെയെന്ന് ചോദിച്ചാൽ അകത്താണ്. പുറത്തൊന്നും യാതൊരു ചലനം ഉണ്ടാവില്ല. ഇൻ കേസ് ഒരു 75 സീറ്റൊക്കെ കിട്ടുകയാണെന്ന് ചോദിച്ചു. ഇപ്പം സതീശൻ പറയുന്ന പോലെ 100 സീറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഹൈപ്പിലേക്കൊന്നും എത്താൻ സാധ്യതയില്ല. ഒരു 75 സീറ്റിലൊക്കെ കിട്ടിയേക്കാം എന്ന് നമുക്ക് കരുതാം. അപ്പൊ അങ്ങനെ വന്നാൽ പോലും ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുഖ്യമന്ത്രിയുടെ നിർണയം ഒരു വലിയ വിഷയമായി തന്നെ കീറാമുട്ടിയായി തന്നെ മാറും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞ ഒരു പാർട്ടിയാണോ കോൺഗ്രസ് അല്ലെങ്കിൽ UDF? UDFില് നമ്മൾ ലീഗിനെ മാറ്റി നിർത്താം, CMB മാറ്റി നിർത്താം, RMB അങ്ങോട്ട് ഒതുക്കി നിർത്താം. ഇനി ഇൻ കേസ് ജോസഫ് ഗ്രൂപ്പിനെ പോലും വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇച്ചിരി അങ്ങോട്ട് തള്ളി നിർത്താം. എന്നിരുന്നാൽ പോലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഇപ്പോൾ പ്രശ്നങ്ങളിൽ അകന്നു നിൽക്കുന്ന ഒരു പാർട്ടി അല്ല. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പോലും നമ്മൾ വയനാടൻ വിഷയമൊക്കെ കൊണ്ട് മാറ്റി വെക്കാം. എന്നുവെച്ചാൽ വയനാടൻ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. തൽക്കാലം മാറ്റി നിർത്താം. തൽക്കാലം മാറ്റി നിർത്തി കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ അതിനകത്ത് സണ്ണി ജോസഫും K സുധാകരനും VD സതീശനും രമേശ് ചെന്നിത്തലയും എന്ന് പറയുന്ന അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാർ തമ്മിലും ഇപ്പോഴും ഒരു സമവായത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം, സുധാകരനെ മത്സരിപ്പിക്കാതിരിക്കാൻ വേണ്ടി KPCC അധ്യക്ഷന്റെ ലെറ്റർ പാഡിൽ നിന്ന് കത്ത് പോയിട്ടുണ്ട് ഹൈക്കമാൻഡ്. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞതാണ്. അതോടൊപ്പം ഈ സണ്ണി ജോസഫ് പിന്നെ KPCC അതായത് ഇദ്ദേഹത്തെ ഒതുക്കാൻ വേണ്ടി പല പഠിച്ച പണി 18 പയറ്റിട്ടുണ്ട്. അതിൻ്റെതായ ഒരു എന്താ പറയാ ഒരു തുടർച്ച തീർച്ചയായിട്ടും കണ്ണൂർ പേരാവൂർ മണ്ഡലത്തിൽ ഉണ്ടാകും എന്ന് അവിടുത്തെ കോൺഗ്രസ്സുകാരെ പോലും സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ്, അല്ലെങ്കിൽ അവർ മുന്നറിയിപ്പ് കൊടുത്ത കാര്യം. അപ്പം ഇവരിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഇപ്പോഴും വലിയൊരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇനി അതങ്ങോട്ട് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് എത്തിയ ഒരു കേവല ഭൂരിപക്ഷത്തിലേക്കൊക്കെ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ UDF എത്തിച്ചേരുന്ന സമയത്ത് എല്ലാവരും സന്തോഷിക്കുന്ന ഒരു കാലമാണ്. പക്ഷേ അപ്പോഴും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് നടക്കുന്ന കോൺഫ്ലിക്റ്റുകൾക്ക് അല്ലെങ്കിൽ തർക്കങ്ങൾക്ക് യാതൊരു അവസാനവും ഉണ്ടാകില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ആര് എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ തർക്കമുണ്ടാകാൻ സാധ്യതയുള്ളതാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു സ്ഥാനം. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന 2 നേതാക്കന്മാരിൽ ഒരാൾ രമേശ് ചെന്നിത്തലയും മറ്റൊരാൾ VD സതീശനും. കാര്യം 2 പേരും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരാണ്. പിന്നെ K മുരളീധരൻ നമുക്ക് കുറച്ചങ്ങോട്ട് മാറ്റി നിർത്താം. എന്നാലും K മുരളീധരൻ ഒരു സാധ്യത കൊടുത്തില്ലെങ്കിൽ അത് മോശമായി മാറും. എന്ന് വെച്ചാൽ ഞാൻ ഇവരെല്ലാം ജയിക്കുന്ന ഒരു 70 സീറ്റിനെ കുറിച്ചാണ് 75 സീറ്റിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ 100 സീറ്റ് വെച്ചു. അപ്പോ നമ്മളിവിടെ പരിശോധിക്കേണ്ടത് ഇവര് തമ്മിൽ ആദ്യം ഒരു പ്രശ്നം ഉണ്ടാവും. അതായത് പിന്നെ സതീശനും ചെന്നിത്തലയും തമ്മിൽ ആദ്യം ഒരു പയറ്റുണ്ടാവും. ഈ പയറ്റ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആരാകണം എന്ന് പറയുന്ന ഒരു തർക്കമായിരിക്കും ആദ്യം ഉടലെടുക്കാൻ പോകുന്ന ഒരു പ്രശ്നം. ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി ഇരുന്ന ഒരു ശീലം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. VD സതീശനെ സംബന്ധിച്ചിടത്തോളം 25 വർഷം MLA ആയിരുന്നതിന്റെ ഒരു കാര്യം മാത്രമേ VD സതീശനുള്ളൂ. അല്ലാതെ VD സതീശൻ എപ്പോഴെങ്കിലും ഒരു മന്ത്രിയായി ഇരിക്കുകയോ അങ്ങനെയൊന്നും സതീശന്റെ ഭാഗത്തുനിന്ന് ഇന്നേ വരെയായി ഉണ്ടായിട്ടില്ല. പിന്നെ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഹരിത MLA മാരെന്ന് പറഞ്ഞ ഒരു വിഭാഗം വികസന വിരോധികൾ എന്നുള്ള നിലയിലേക്ക് മാറിയുന്ന കൂട്ടത്തിലാണ് ഈ രമേശ് ചെന്നിത്തല ഈ VD സതീശൻ അടക്കമുള്ള കുറച്ച് MLA മാർ ഉൾപ്പെടുന്നത്. ഹരിത MLA മാരെന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു വിഭാഗം ആളുകളും ഉണ്ട്. അപ്പം ഈ സതീശനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹനാണോ എന്ന് പറയുന്ന വലിയൊരു ചർച്ച കോൺഗ്രസിനകത്ത് കാര്യക്ഷമമായി നടക്കാൻ സാധ്യതയുണ്ട്. അപ്പം പൊതുവെ ചെന്നിത്തല പക്ഷം വീക്കാണ്. നേരത്തെ നമ്മൾ പറയുന്ന പോലെ ഗ്രൂപ്പിസം ഉണ്ട്. ഇതിനകത്ത് നിർണ്ണയിക്കപ്പെടുന്ന കുറെ ഘടകങ്ങളൊന്ന് ഗ്രൂപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ ജാതി സമുദായ സമവാക്യങ്ങൾ എന്ന് പറയുന്നത് ഇതിനകത്ത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയി നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ഇപ്പം ക്രിസ്ത്യൻ ഇത്ര സഭക്കാർക്ക് ഇത്ര പേർക്ക് പ്രാതിനിധ്യം കൊടുക്കണം. അതോടൊപ്പം തന്നെ ലത്തീൻ സഭ, അങ്ങനെ ഓരോ സഭകളുണ്ടല്ലോ. ഓരോ സഭകൾക്ക് ഇത്ര കൊടുക്കണം.
മുസ്ലിം സമുദായത്തിന് ഇത്ര കൊടുക്കണം, ഈഴവ കമ്മ്യൂണിറ്റിക്ക് ഇത്ര കൊടുക്കണം, നായർ കമ്മ്യൂണിറ്റിക്ക് ഇത്ര എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് ഈ രീതിയിലുള്ള ഒരു സാമുദായിക സമവാക്യങ്ങൾ നോക്കണം. പിന്നെ ഗ്രൂപ്പുകളുടെ കാര്യങ്ങൾ പരിശോധിക്കണം. AI ഗ്രൂപ്പുകൾ ഇതൊക്കെ എങ്ങനെ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചും ഒരു വലിയ ധാരണയൊക്കെ ഉണ്ടാവും. അപ്പം ഇതില് VD സതീശനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പാർലമെന്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മന്ത്രിയായിരുന്നുള്ള ഒരു പരിചയം ഇല്ലാത്തത് കൊണ്ടും ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇതിന് മുൻപ് ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്നത് കൊണ്ടും ഒരു പണത്തൂക്കം മുന്നിൽ നമ്മൾ പറയത്തില്ലേ, അതിനുള്ള സാധ്യത എപ്പോഴും ചെന്നിത്തലയ്ക്ക് തന്നെയാണ്. അപ്പൊ ചെന്നിത്തല മുഖ്യമന്ത്രി ആയിരിക്കാൻ യോഗ്യനാണ്. അതായത് പുള്ളി MP ആയിരുന്നിട്ടുണ്ട്, അദ്ദേഹം മന്ത്രി ആയിരുന്നിട്ടുണ്ട്. പിന്നെ തന്നെയുമല്ല അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു. കരുണാകരനെ പോലുള്ള ഒരു കിങ് മേക്കറുടെ ഒപ്പം വളർന്നു വന്ന ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. അങ്ങനെ ഡൽഹിയിൽ വരെ അദ്ദേഹത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു നേതാവ് തന്നെയാണ് ചെന്നിത്തല. അപ്പൊ ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ചെന്നിത്തലയ്ക്കാണ് 1ാം നമ്പർ എന്ന് പറയുന്നത്, നിറക്ക് വീഴാൻ സാധ്യതയുള്ള ഒരാൾ. സതീശനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സാധ്യത വളരെ വളരെ കുറവാണ്. പക്ഷെ ഇവര് തമ്മിൽ ഒരു തർക്കം ഉണ്ടാകുമ്പോൾ, അതായത് സതീശനും ചെന്നിത്തലയും തമ്മിൽ ഒരു തർക്കം ഉണ്ടാകുമ്പോൾ ഇത് ബാധിക്കുന്നത് കോൺഗ്രസിനെ അല്ലെങ്കിൽ UDF എന്ന് പറയുന്ന മുന്നണിയാണ്. ഇതില് മിക്കവാറും ലീഗ് ഇടപെടാൻ സാധ്യതയുണ്ട്. ലീഗ് ഇപ്പം അവർക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനവും ചോദിക്കില്ല എങ്കിൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അവർക്കൊരു 5 മന്ത്രിമാരെ മിനിമം ലീഗിന് വേണം. 5 മന്ത്രിമാർ ലീഗിന് വേണം. പിന്നെ ജോസഫിന് പിന്നെ ഇത് കൊടുക്കണം, ജേക്കബിന്റെ ടീമിന് കൊടുക്കേണ്ടി വരും. പിറവത്തുനിന്ന് അദ്ദേഹം മത്സരിക്കുന്നുണ്ടല്ലോ, അനൂപ് ജേക്കബ്. അപ്പം ഇവർക്കൊക്കെ ഓരോ സാധ്യതകൾ കൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ പറയുന്ന ഓരോ ഗ്രൂപ്പ് പിന്നെ കേരള കോൺഗ്രസിന്റെ അല്ലെ ഘടകകക്ഷികൾക്ക് ഓരോരുത്തർക്കും ഓരോ കെ കെ രമയ്ക്ക് സീറ്റ് കൊടുത്ത് പിന്നെ മന്ത്രിയാക്കിയേ പറ്റൂ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുന്നതിനകത്ത് മാത്രമേ ശരിക്കും ഇവർക്ക് കൈ കൊടുക്കാൻ പറ്റൂ. കോൺഗ്രസിലെ എത്ര പേർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കണമെന്നുള്ളതിന് ഇവർക്ക് ഘടകകക്ഷികൾ കൊടുത്തിട്ട് ഇപ്പൊ CP ജോൺ തിരുവനന്തപുരത്തും ജയിച്ചു കഴിഞ്ഞാൽ CP ജോണിനെ മന്ത്രിയാക്കണം. CP ജോൺ അത്രയ്ക്ക് കഴിവുള്ള ഒരു നേതാവാണ്. CP ജോൺ വെറും ഒരു പിന്നെ ഈ പറയുന്ന കേരള കോൺഗ്രസിലെ ജോസഫിന്റെ ഒരു ഇതൊന്നും ഉള്ള പോലെ ഒന്നും അല്ല. CP ജോൺ എന്ന് പറഞ്ഞാൽ നല്ല കഴിവുറ്റ ഒരു നേതാവാണ്. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൊടുക്കണം. ഇതിന് ശേഷം വരുന്നത് മാത്രമേ കോൺഗ്രസ്സുകാർക്ക് വിധിക്കാൻ പറ്റൂ. ഇതിൽ പ്രധാന തർക്കം ഇതിൽ നടക്കും. അപ്പം ഇതിനകത്ത് ചിലപ്പോ ഇവര് രണ്ടുപേരും ഒരു സമവായത്തിൽ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അതായത് ചെന്നിത്തലയും സതീശനും. അത് ചെയ്തില്ലെങ്കിൽ ദോഷം ഇവർക്ക് രണ്ടുപേർക്കും തന്നെയായിരിക്കും. ഇവർ തമ്മിലൊരു തർക്കം ഉണ്ടാകുമ്പോൾ ഈ തർക്കത്തിലൂടെ നൂണ്ടു കയറാൻ ശ്രമിക്കുന്ന ഒരാളാണ് KC വേണുഗോപാൽ. ഇവിടെ പിന്നെ KC വേണുഗോപാൽ അതിനുവേണ്ടി തന്നെയാണ് പരിശ്രമിക്കുന്നത്. അതായത് ഇനി ഇവരെ തമ്മിൽ അടുപ്പിക്കുക എന്നുള്ളതാണ് KC വേണുഗോപാലിന്റെ ലക്ഷ്യം. ഈ KC വേണുഗോപാലിന്റെ ഈ ചതിക്കുള്ളിൽ വീണു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ചെന്നിത്തലയും PD സതീശനും ചെയ്യേണ്ട മിനിമം പിന്നെ മര്യാദ. വീണു കൊടുക്കരുത്. ഇതൊരു കെണിയാ. ഇപ്പൊ ജയിച്ചു കഴിഞ്ഞാൽ ഇതൊരു കെണിയാ. കാര്യം KC വേണുഗോപാൽ അവിടെ ഇരുന്നുകൊണ്ട് ഇവരെ തമ്മിൽ തല്ലിക്കാൻ നോക്കും. തമ്മിൽ തല്ലി കഴിയുമ്പോഴത്തേക്ക് വളരെ സേഫ്. അപ്പം എന്തായാലും ജയിച്ചാലും തോറ്റാലും ഇവരൊക്കെ തമ്മിൽ അടിയായിരിക്കും, ഉറപ്പായിട്ടും അടിയായിരിക്കും. കാരണം ഇത് മാറാൻ പോകുന്നില്ല. പിന്നെ ഇത് കഴിഞ്ഞ് മുഖ്യമന്ത്രി തീരുമാനത്തിൽ ഒരു ഇതാക്കി ഇപ്പം എനിക്ക് തോന്നുന്നു VD സതീശനെ മുഖ്യമന്ത്രിയായിട്ടും ആഭ്യന്തരം VD സതീശനും കൊടുത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചെന്നിത്തലയും വരുന്ന ഒരു സമവായം ഉണ്ടായിന്ന് വെക്കുക. ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമാണ്. ചെന്നിത്തലയുടെ ഗ്രൂപ്പിൽപ്പെട്ടവരുണ്ടാവും ഇവിടെ അങ്ങോട്ട് നിൽക്കുന്നത്, അവരെ മന്ത്രിമാരാക്കണം, അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കണം. നമ്മുടെ സിസ്റ്റം അനുസരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ യൂത്ത് കോൺഗ്രസിന്റെ ഇലക്ഷനിൽ തന്നെ എന്തോ ബഹളമായിരുന്നു. ചെന്നിത്തല വിഭാഗം അങ്ങനെ ഓരോ വിഭാഗത്തിനും ഓരോ അടി ഉണ്ടായിരുന്നല്ലോ. അതെ എന്ന് പറയുന്ന പോലെ ഇവിടേക്ക് വരുമ്പോൾ ചെന്നിത്തലയുടെ കൂടെ നിൽക്കുന്നവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കണം. മന്ത്രിസ്ഥാനം കൊടുത്തേ പറ്റൂ. അപ്പം ചെന്നിത്തല എന്താ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് എന്തായിരുന്നാലും മന്ത്രിസ്ഥാനം കൊടുത്തേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് കടിപിടി തുടങ്ങും. VD സതീശന് തുടങ്ങും. ആകെപ്പാടെ നമുക്കറിയാം കേരളത്തില് എത്ര അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചാലും നമുക്കൊരു പരമാവധി 25 മുതൽ 30 വരെ മന്ത്രിമാരെ മാത്രമേ നമ്മുടെ കേരളത്തിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റൂ. അതിൽ കൂടുതൽ വെക്കാൻ പറ്റില്ല. പരമാവധി വെക്കാൻ പറ്റുന്നത് ഇത്തവണ 13-14 ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുന്ന പോലെ ഒരു 30 കൂടുതലൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്കാ മന്ത്രിമാരാക്കുക എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ബജറ്റിനെ താളം തെറ്റിക്കും. ഈ MLA മാർക്ക് കൊടുക്കുന്ന പ്രിവിലേജ് അല്ലല്ലോ മന്ത്രിമാർക്കുള്ളത്. അവർ ക്യാബിനറ്റ് പദവിയുള്ളവരല്ലേ. അവർക്ക് കൊടുക്കുന്ന സൗകര്യങ്ങൾക്കും മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ചെലവ് കൂടുകയും ഇവിടെ മന്ത്രിമാര് അവരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ വരും, അവരുടെ താമസം, അവരുടെ ഭക്ഷണം എല്ലാം, അവരുടെ അലവൻസ് ഇതെല്ലാം കൂടെ വരുമ്പോൾ വലിയൊരു തുക സർക്കാരിന് ബാധ്യത ഉണ്ടാകാനുള്ള സാധ്യത. അതുകൊണ്ട് മന്ത്രിമാരുടെ എണ്ണം കുറയ്ക്കും. ഇതിനുമ്പ് പിന്നെ ആന്റണിയൊക്കെ പ്ലാൻ ചെയ്യേണ്ടിരുന്നത്. എന്നിട്ട് ആന്റണിയുടെ മന്ത്രിസഭ മന്ത്രിമാരുടെ എണ്ണം കൂടുതലായിരുന്നു. അപ്പം ഈ മന്ത്രിമാരുടെ എണ്ണം കുറച്ച് ചെലവ് ചുരുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നടക്കില്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഗിന് ഒരു 5 മന്ത്രിമാരെ കൊടുത്തു എന്ന് വെക്കുക. അപ്പൊ ലീഗിന് 5 അപ്പൊ തന്നെ 5 മന്ത്രിമാരെ മാറി. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ RMB ഇവർക്കൊരു മന്ത്രി, KK രമ ഒരു മന്ത്രിയാവും. അപ്പൊ തന്നെ 6 ആയി. വീണ്ടും CP ജോണിന്റെ CMBക്ക് ഒരു മന്ത്രിയെ കൊടുക്കണം. ഇനി അവർക്ക് കൊടുക്കണം PJ ജോസഫിന്റെ ടീമിന്. PJ ജോസഫിന്റെ ആരും ജയിക്കാൻ സാധ്യതയില്ല. ഇനി ഇൻ കേസ് എല്ലാവരും ജയിക്കാൻ തന്നെ വെച്ചോളൂ, അവർക്ക് ഒരു 2-3 മന്ത്രിമാരെ കൊടുക്കണ്ടേ. അപ്പം ഇതെല്ലാം കൊടുത്ത് ബാക്കി വരുന്നതിനകത്ത് നിന്ന് പിന്നെ കുറെ മന്ത്രിമാരെ ഒപ്പിച്ചെടുക്കണം.
അപ്പം അടി വീണ്ടും തുടങ്ങും, ഗ്രൂപ്പ് തർക്കം തുടങ്ങും. എന്ന് വെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയെ എങ്ങനെങ്കിലും തീരുമാനിച്ചിരുന്നാലും ശരി, പിന്നീട് മന്ത്രിമാരുടെ വിഭജനം വരുമ്പോൾ ഗ്രൂപ്പ് പരിഗണിക്കേണ്ടി വരും. ഇപ്പൊ ഓരോ ജില്ലയ്ക്കും കൊടുക്കേണ്ടി വരും. പിന്നെ സാമുദായിക സമവാക്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, മുസ്ലിമായിട്ടൊരു മന്ത്രി ഉണ്ടാവേണ്ടത് അത്യാവശ്യം. അത് മിക്കവാറും ആര്യയുടെ ഷൗക്കത്തായിരിക്കും മിക്കവാറും ഒരു മുസ്ലിം ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ മന്ത്രിയാവാൻ സാധ്യത. ഇതിൽ കാര്യപ്പെട്ട വകുപ്പുകൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം മുസ്ലിം ലീഗ് വരുന്ന സമയത്ത് ലീഗിനായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൊടുക്കുക. കേരളത്തില് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ശീലം പിണറായി വിജയൻ 2021 16 മാറ്റിമറിച്ചു. അതായത് കേരളത്തിൽ അതുവരെ ഘടകകക്ഷികൾക്കാണ് വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കുന്നത്. എന്നാൽ ഏറ്റവും പ്രാധാന്യമുള്ള വകുപ്പാണ്. എല്ലാ കാലഘട്ടങ്ങളിലും മന്ത്രിസഭ അല്ലെങ്കിൽ സർക്കാരുകൾ രൂപീകരിക്കുന്ന സമയത്ത് കാണിച്ചു വെച്ചിട്ട് ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ ഒന്നായിരുന്നു ഘടകകക്ഷിക്ക് വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അത് ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു. ആ മണ്ടത്തരം തിരുത്തി ഒരു പ്രധാന കക്ഷിക്ക് അല്ലെങ്കിൽ CPM തന്നെ ആ ഒരു വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം കൊടുക്കുന്നത് രവീന്ദ്രനാഥ് മാഷിനാണ്. അതായത് ഇപ്പൊ മണലൂരിൽ മത്സരിക്കുന്ന അദ്ദേഹത്തിനാണ് അന്ന് പിന്നെ പിണറായി വിജയൻ കൊടുത്തത്. പക്ഷെ ഇത്തവണ ലീഗിന് അത് വേണം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് ഇവിടെ ഒരു പിന്നെ ഇതിന് ശ്രമിക്കും. വിദ്യാഭ്യാസ വകുപ്പ്, റവന്യൂ അവർക്ക് വേണ്ടിയുള്ള, വ്യവസായ വകുപ്പ് അവരെടുക്കും. ഇനിയും ധനകാര്യം എടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇനിയും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു VD സതീശൻ തന്നെ മിക്കവാറും ധനകാര്യം ഹാൻഡിൽ ചെയ്യാനാണ് സാധ്യത. പിന്നെ നിയമവകുപ്പ് ഹാൻഡിൽ മിക്കവാറും സണ്ണി ജോസഫിന് നിയമവകുപ്പ്, പുള്ളി മന്ത്രിയായി പറ്റും. ഇങ്ങനെ പറയുന്ന ഒരു കാര്യം, പുള്ളി സണ്ണി വക്കീലാണല്ലോ, അപ്പൊ സണ്ണി വക്കീലിന് നിയമവകുപ്പ് കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പൊ ഇതെല്ലാം വീതിച്ചു വരുമ്പോൾ എങ്ങനെ പോയിരുന്നാലും കേരളത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന പോലെയുള്ള മന്ത്രിമാരായിരിക്കില്ല. ചുരുക്കി പറഞ്ഞ മന്ത്രിമാരുടെ എണ്ണം ഒരുപക്ഷെ കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മന്ത്രിമാരുടെ തർക്കം, ഈ MP മത്സരിക്കേണ്ട എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ കൊണ്ട് വെച്ചത് തന്നെ പലരെയും ഒഴിവാക്കി നിർത്താൻ വേണ്ടിയിട്ടായിരുന്നു. കാര്യം അതിലേക്ക് KC വേണുഗോപാലിന്റെ ഒരു എൻട്രി കുറച്ചുകൂടെ സുഗമമാക്കി എടുക്കുക എന്നുള്ളതാണ് KC ഉദ്ദേശിച്ചത് ആ ഒരു തീരുമാനത്തിലൂടെ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാത്തിരുന്ന് കാണാം. വിജയിച്ചു കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന ഒരു ഗംഭീര അടിയായിരിക്കും. മെയ് അവര് പ്രഖ്യാപിക്കുന്ന സമയത്തൊന്നും സത്യപ്രതിജ്ഞ നടക്കാൻ സാധ്യത വളരെ കുറവാണ്. ഏറ്റവും അവസാനം ഈ തെരഞ്ഞെടുപ്പ് തന്നെ ക്യാൻസൽ ചെയ്യേണ്ടി വരുമോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകാനുള്ള ഒരു സാഹചര്യം നിലവിൽ കോൺഗ്രസിന്റെ എല്ലാം കൂടെ പരിശോധിക്കുമ്പോൾ കാണാം. ഇതിൽ കുറച്ചുപേര് പിണങ്ങുന്നവർ, കുറച്ചുപേര് കൂറുമാറാനുള്ള സാധ്യതയുണ്ട്. പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ടാൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധി BJPക്ക് വളരാനുള്ള വഴിമരുന്ന് നിലയിൽ കൂടിയാകും എന്നുള്ളതാണ് സത്യം.